ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണെന്ന് കരുതുന്നു. എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ആദ്യം സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞ് പിന്നെ ഞാനും ശംറിയും കൂടി ഒന്ന് ചപ്പാരപ്പുഴ പോവാണ് കേട്ടോ. അത് ഞങ്ങൾ അടുത്തുള്ളൊരു ടൗണാണ്. പിന്നെ അവിടെ പോയി കുറച്ച് ചെറിയ ചെറിയ ആവശ്യങ്ങളായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുക്കലും അതുപോലെ 2-3 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിനും വേണ്ടി പോയതാണ്. നമ്മൾ ആരോടെങ്കിലും പറയുന്നതിനേക്കാളും നല്ല വേഗം പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ വാങ്ങിച്ച് വരാമല്ലോ വെച്ചിട്ട്. അപ്പം നമ്മൾ രാവിലെ കത്തലൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല. ബ്രെഡ് പൊരിച്ചതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായത്. അപ്പം പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊറോട്ടയും പിന്നെ വീട്ടിലേക്കും വാങ്ങിച്ച് ഞങ്ങൾ ഒരു ചായയും പൊറോട്ടയൊക്കെ ആയിട്ട് അവിടെ നിന്ന് കഴിച്ചു. ചായൻ്റെ കൂടെ പിന്നെ കഴിക്കാൻ വേണ്ടി പോയതല്ല, വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം പിന്നെ ആരും ഇല്ല അവിടെ. അപ്പം നല്ല മുളകിട്ട മീൻകറിയും ഓരോ പൊറോട്ടയും ചായയും കുടിച്ചോട്ടെ നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ തിരിച്ച് വന്ന് പിന്നെ വീട്ടിലുള്ള പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ ഉച്ചക്ക് പിന്നെ ഉമ്മയാണ് ഞാൻ വരുമ്പോഴത്തേന് ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ വീട്ടിൽ നിന്നൊരു ചെറിയൊരു പരിപാടി ഉണ്ടായിന്. അതുകൊണ്ട് പിന്നെ ഉച്ചവരെ പണിയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ ചിക്കൻ ഇന്നലെ കൊണ്ടുവച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ചതാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ശംറി അതിനകത്തുനിന്നിട്ട് കുറച്ച് ചില്ലി ഉണ്ടാക്കി വെച്ച് ബാക്കി അവിടെ വെച്ചിട്ടുണ്ടായിന്. അവൾ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് മറന്നു ഇതൊന്നേ. ഞാൻ നോക്കിയിട്ടും ഉണ്ടായില്ല. താഴെ വെച്ചിട്ട് താഴെ വെക്കുമ്പോൾ ചെറിയൊരു സ്മെല്ല് വരും നമ്മൾ ചിക്കനൊക്കെ ആകുമ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടില്ലെങ്കിൽ. അപ്പം ഞാനതൊക്കെ ഒന്ന് നന്നായി ക്ലീനാക്കി എടുത്തു. ചിക്കന് എത്ര കഴുകിയാലും നമുക്ക് ക്ലീനാക്കി കിട്ടില്ല. അപ്പം കുറച്ച് വിനാഗിരിയും ഉപ്പൊക്കെ ചേർത്തിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും. പിന്നെ ബീഫിനാക്കണി ഒരു സ്മെല്ല് വരുന്നത് ചിക്കനാണ് അല്ലേ. അപ്പം ഞാനിന്ന് വെച്ചാൽ ഒന്നും ആക്കാനൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ആദ്യം സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന് നമ്മുടെ ലസാനിയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ശംറി ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ശംറി ഇല്ലെങ്കിൽ ആദ്യക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചീസും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളതാണ് ആദ്യക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. ചീസ് ഉണ്ടാക്കി ഇട്ടിട്ട് എന്തുണ്ടാക്കി കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ലസാനിയ ഉണ്ടാക്കാമെന്ന്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ബ്രെഡിലൊക്കെ ചീസ് വെച്ചിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഈ ചിക്കൻ ക്ലീനാക്കാനില്ലേ എളുപ്പമാണ്. ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ ചിക്കൻ ക്ലീനാക്കാതെ പിന്നെ പെട്ടെന്ന് വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം അല്ല അങ്ങനെ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വ്ളോഗിന് ചെറിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം വന്നിട്ട് ഇങ്ങനെ വീഡിയോയിലൊക്കെ നോക്കിയതാണ് കേട്ടോ. അതിലേക്ക് മോട്ടറിൽ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ കഴുകുമ്പോൾ നമ്മൾ ആ മോട്ടർ ഇടുന്ന കാര്യം ഇങ്ങനെയാണ് കേട്ടോ. ഒരു ചട്ടുകൊക്കെയാണ് ഇതിപ്പോൾ അതിൻ്റെ മുകളിൽ വെക്കുക. അതുകൊണ്ട് അമർത്തണം എപ്പോഴും ശരിയാക്കി കഴിഞ്ഞാലും പിന്നെയും പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. അത് പിന്നെ ഇതന്നെയാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ മോട്ടർ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ശംറി ഒന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, ശംറി ഒന്നും കാണുന്നില്ലല്ലോ വീഡിയോയിൽ. മറ്റ് ഞാൻ ഏത് വീഡിയോ കിച്ചണിൽ എടുക്കുമ്പോഴും ശംറി അതിലേ പോകുന്നുണ്ടാവും. ശംറി മാജിയൊക്കെ ഇല്ല കേട്ടോ. അവർ ഒരു സ്ഥലം വരെ പോയേക്കാണ്. അപ്പം ഞാനും മാജി ഉമ്മയും തന്നെ ഇല്ല. അല്ല മാജിയല്ല, ഞാനും ആദ്യം മൂഫിയേ ഇല്ല കേട്ടോ. അപ്പം ഞാനത് വെച്ചാൽ ബാക്കിയുള്ള എനിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചിക്കൻ്റെ കഷ്ണം എടുത്തിട്ട് ബാക്കി അങ്ങനെ ഫ്രീസറിൽ കൊണ്ടുവച്ച്. പിന്നെ ഇന്നാരും ഇല്ല, ഇന്ന് ഉണ്ടാക്കണ്ട വെച്ചിട്ട് ഉമ്മ പിന്നെ മീൻകറിയും ചോറൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. രാത്രിയൊക്കെ തന്നെ മതി. ഇനി നമ്മൾ ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാൻ കേട്ടോ. ഇങ്ങനെ ആക്കി ഇടല്ലാന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ വെന്ത് കിട്ടുകയും ചെയ്യും. ഇതപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരു ഫ്രൈ ആയി കിട്ടുമ്പം ലസാനിയൊക്കെ. അല്ലാതെ നമ്മൾ വലിയ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പിച്ചെടുത്താലും മതി കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ചിക്കൻ അവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു തക്കാളി എടുത്തിട്ട് നമ്മൾ പേസ്റ്റാക്കി വെക്കുന്നുണ്ട്, അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നെങ്കിൽ അതിനനുസരിച്ച് തക്കാളിയും ഉള്ളിയും ഒക്കെ എടുക്കാനുണ്ട്. ഞാൻ ഈ ലസാനിൻ്റെ വീഡിയോ ഉണ്ടല്ലോ നോമ്പിൻ്റെ ടൈമിൽ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിന്. എന്നാലും അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട്, കാരണം ഞാൻ അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല, നന്നായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഒന്ന് വെച്ചാൽ പെട്ടെന്ന് നോമ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇന്ന് ഒന്ന് ക്ലിയർ ആയിട്ടത് ഈ വീഡിയോയിൽ പറയാൻ വെച്ചിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. പിന്നെ സവാള ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. സ്ലൈസായിട്ട് അരിയരുത്, ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും അതേപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും കൂടി എടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതാണ് നല്ലത്. ഞാൻ പിന്നെ പേസ്റ്റ് ആക്കാനുള്ള മടി കൊണ്ട് ആക്കി വെച്ചതൊക്കെ തീർന്നു കേട്ടോ. ഞാൻ ആ പെരുന്നാളിൻ്റെ ടൈമിൽ ഒരു വലിയ ഡബ്ബിക്കകത്ത് നിറയെ ആക്കി വെച്ചതാണ്, മൊത്തം തീർന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മാക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ എപ്പോഴും പെരുന്നാളാണ്, എന്തുണ്ടാക്കുമ്പോൾ അത് വാരിക്കോരി ഇടും, പണിയില്ലല്ലോ അത് വിചാരിച്ചിട്ടാ. ഞാൻ എടുക്കല്ലേ, ആരും എടുക്കരുത്, എനിക്ക് ആവശ്യമുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുവേ. എന്നാലും അത് ഒരാഴ്ചനെ കൊണ്ട് തീർന്നിട്ടുണ്ടാകും. പക്ഷേ വെളുത്തുള്ളി ഇഞ്ചിയും തൊലിക്കാൻ എല്ലാവർക്കും മടിയാണ്. അതിൻ്റെ പേസ്റ്റ് ആരും ആക്കി വെക്കൂല, ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കണം. ഇപ്പം ഇന്ന് തീർന്നുകൊണ്ട് എനിക്കും ചെറുതായിട്ടൊന്ന് മടി പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം നാളെ ചെയ്യാച്ചു. പിന്നെ മടി മാത്രമല്ല, ശരീരത്തിന് തീരെ സുഖമില്ല.
അപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ വെച്ചിട്ട് ഒരു വീഡിയോ ആകുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെയും വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്താണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം ഒരുപാട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ചെറിയ ചെറിയ കഷ്ണങ്ങളിൽ പെട്ടെന്ന് നമ്മുടെ സവാളയൊക്കെ വാടുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനും വെന്ത് കിട്ടും കേട്ടോ. ഞാൻ പിന്നെ അത് ഒരു സവാളയാണ് ഇട്ട് കൊടുത്തിട്ട്. ഇനി വലിയ സവാളയൊക്കെ ആണെങ്കിൽ ഒന്നിൻ്റെ പകുതി മതി. ഞാൻ ഇത്ര ഉണ്ടാക്കുന്ന അളവ് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 4 ഭാഗത്തിലൊന്നില്ലേ, അത്രയും തന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വെളുത്തുള്ളിയില്ലേ ചെറുതായിട്ട് അരിഞ്ഞത്, അതും ആ ഇഞ്ചി പേസ്റ്റും അതും ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതേപോലെ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, കാരണം നമ്മൾ ചീസൊക്കെ ചേർക്കുന്നതും പിന്നെ ബ്രെഡിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പിന്നെ ചീസ് ഒരുപാട് വേണ്ട. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. ഈ സമയത്ത് പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലെക്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ കുരുമുളക് കുറച്ച് കൂടുതലായിപ്പോയി, എരിവ് കൂടുതലാവേണ്ടതും കൊണ്ട് പിന്നെ ഞാൻ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തില്ല. പിന്നെ നമുക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ തക്കാളി അരച്ച് വെച്ചതുണ്ടല്ലോ, പേസ്റ്റാക്കി വെച്ചത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഒരു 1/2 ഗ്ലാസ്സൊന്നുമില്ല, ഒരു 2-3 സ്പൂണ് വെള്ളം കേട്ടോ, അത്രയും തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ വെച്ചിട്ടാണ്. ആ സമയത്ത് മല്ലിയില കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ഇട്ടാക്കി നോക്കണം. നമ്മൾ ആദ്യം ഇതേ അവിടെ വന്നിട്ട് ഇങ്ങനെ വെള്ളം ഇറക്കുന്നുണ്ട് കേട്ടോ. ആയോ എന്ന് ചോദിച്ചിട്ട് ആർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടുകൂടിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ 1 സ്പൂണ് പിന്നെ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിത് വൈറ്റ് സോസ് ക്രീമില്ലേ, നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നില്ല, അത് വേറെ ഉണ്ടാക്കി എടുത്തിട്ടും ചെയ്യാം. ഇതുപോലെ ഒരുമിച്ച് തന്നെ ആക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ അതിനകത്ത് തന്നെ മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ലൊരു ക്രീമി പരുവത്തിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ മറ്റേ രീതിയിലും ചെയ്യലുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ക്രീം വേറെ ആക്കിയിട്ട് ആ സമയത്താണെങ്കിൽ നമുക്കിങ്ങനെ ചിക്കൻ മാത്രം ഒന്ന് വേവിച്ച് ഫ്രൈ ആക്കി നല്ലൊരു മസാലയാക്കിയിട്ട് എടുത്താൽ മതി. അതിന് ശേഷം ഞാൻ കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്ത് ഒരു ക്രീമി പരുവത്തിൽ തന്നെ ഇറക്കി വെക്കുക കേട്ടോ. ഒരുപാട് പിന്നെ എന്താ പറയുക, പിന്നെ ഫ്രൈ ചെയ്ത പോലെ ആക്കണ്ട. അതവിടെ വെച്ചതിന് ശേഷം ഞാനൊരു 4 സ്ലൈസ് എടുത്തിട്ടുള്ള അത് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ 4 ഭാഗം കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഞാനൊരു പാത്രത്തിൽ ബോക്സിനകത്ത് ഇട്ട് വെക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് എന്തെങ്കിലും ബ്രെഡ് ക്രംസിനൊക്കെ ആവശ്യം വരും, അത് എടുക്കാമല്ലോ, വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇത് ഇതേപോലെ ഒന്നായി വെച്ചിട്ടോ അല്ല ഒരുമിച്ചോ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒരു പിന്നെ പുഡിംഗ് വെക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ട്രൈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ആകൃതിയിലുള്ളതാണെങ്കിലും എടുക്കുക. എൻ്റെ അടുത്ത് ഈ ചെറുതൊന്നേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ചെറുതേ ഉണ്ടാക്കാൻ പറ്റൂല കേട്ടോ. അതിനുശേഷം ബ്രെഡ് ഒന്ന് അതേപോലെ നിരത്തി വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് തന്നെ മൊത്തം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രത്തോളം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചൊക്കെ വേണമെങ്കിൽ അത്ര മതി. ഒരുപാട് മസാല ഇഷ്ടമില്ലെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. ഞാൻ ബ്രെഡ് കട്ട് ചെയ്തത് കുറഞ്ഞു പോയി, അപ്പോൾ 2-3 കൂടി എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കണക്കായിട്ട് ഒരുപാട് എടുത്ത് കളയണ്ടല്ലോ വെച്ചിട്ടാണ്. ഒന്നാമത് ഈ ബ്രെഡിലെ ഒരു ഗുണമില്ല, ചെറിയൊരു ബ്രെഡിനും കിട്ടിയത്. അതുപോലെ പെട്ടെന്ന് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് പരന്ന് കിട്ടുന്നില്ല, പൊട്ടിപ്പോന്ന്. നല്ലോണം ആയിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ സൈഡൊക്കെ മൊത്തത്തിൽ കരിഞ്ഞത് പോയാണ് കേട്ടോ ഉള്ളത്. അതിന് ശേഷം ബാക്കിയുള്ള ഈ മസാലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്രീം നിങ്ങൾ വേറെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ബ്രെഡിൻ്റെ മേലെ പിന്നെ നമ്മൾ വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കുക, അതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുക്കുക, അതിൻ്റെ മേലെ ചീസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ റിപ്പീറ്റിങ്ങൾ ചെയ്താൽ മതി സ്റ്റെപ്പായിട്ട്. പിന്നെ ഇങ്ങനെയും അങ്ങനെയൊക്കെ ആണെങ്കിലും ടേസ്റ്റ് ഒരേപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം കൂടുതലെടുക്കും, ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഇട്ടെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചീസ് വാരിക്കോരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ നമ്മളെ ഫില്ലിങ്സിലും ചീസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അടിയിലും വെച്ചത് കൊണ്ട് ഒരുപാട് ചീസ് ഇട്ടിട്ടില്ല. കൂടുതൽ വേണ്ട വെച്ചിട്ടാണ് കേട്ടോ കുറച്ച് ഇട്ടിട്ടുള്ളൂ. മൊസറല്ല ചീസാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാനത് തന്നെ വാങ്ങിക്കലുള്ളൂ സാധാരണ. അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനിപ്പോഴത്തെ ചായയും വെച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ടില്ല ഈ സമയം വരെ. 5:30 എങ്ങാനും ആയി കേട്ടോ സമയം. നമ്മൾ ആദ്യം സ്കൂളിൽ നിന്നൊക്കെ വന്ന് കഴിഞ്ഞ് പിന്നെ നിനക്കെന്താ വേണ്ടേ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ഇത് പിന്നെ പെട്ടെന്നായിക്കോട്ടെ കേട്ടോ. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഞാനൊരു റിങ് എടുത്തിട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആവികേറ്റി എടുത്താൽ മതി. നമ്മുടെ ഈ ചീസ് മെൽട്ടാകുന്ന സമയം വരെ മാത്രം മതി കേട്ടോ. അങ്ങനെ നമ്മുടെ പിന്നെ ലസാനിയ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, കാണുന്നതിനേക്കാളും
ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫുഡൊന്നും വേണ്ടാത്ത രാത്രിയിലേക്കൊന്നും. ഇപ്പം ഇന്ന് ഞാനിത് വോയിസ് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഇത് കഴിച്ചപ്പം പിന്നെ ചോറൊന്നും വേണ്ട എന്നിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ചായൻ്റെ കൂടെ ഞാനും ഉമ്മയല്ലല്ലോ, ഞങ്ങളിങ്ങനെ ഓരോ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഉപ്പ് നിങ്ങൾ ഒരിക്കലും കൂടുതലാക്കി പോകരുത്, കാരണം നമ്മൾ ഈ ചീസിലും ബ്രെഡിലൊക്കെ ഉപ്പുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഉപ്പ് നോക്കിയിട്ട് ഇടണമെന്ന് പറഞ്ഞത്. പിന്നെ ഉപ്പ് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ, കാരണം നമ്മൾ ചീസിനും ബ്രെഡിനൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് ട്രൈ ചെയ്യുന്നു കേട്ടോ. പിന്നെ എനിക്ക് തീരെ വയ്യടോ, സൗണ്ടൊക്കെ തീരെ ഇല്ല, തൊണ്ടവേദനയാണ്, പനിയൊക്കെ ഉണ്ട്. തീരെ വയ്യാത്തതുകൊണ്ട് കൂടിയാണ്. എന്നാലും വീഡിയോ ഇടാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, കാരണം കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് പിന്നെയും ഇടാതിരിക്കും, പിന്നെ ഇങ്ങനെ നിന്ന് പോകും. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കമൻറ്റോടൊപ്പം നിങ്ങളുടെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് അമർത്തുക. ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ